പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ ആത്മാവ് ഈ വചനം കേൾക്കുന്ന, ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും ഈ നിമിഷം സ്പർശിക്കുന്നതായിട്ട് അച്ഛൻ കാണുകയാണ്. കണ്ണുനീരോടെ, നെടുവീർപ്പോടെ, ആകുലതകളോടെ, ഭയത്തോടെ, വിഷമതകളോടെ ഇരിക്കുന്ന മക്കളെ, ഇന്ന് നിങ്ങൾ ആശ്വസിക്കുവിൻ. ഇന്ന് നിങ്ങൾ ബലം പ്രാപിക്കുവിൻ. കാരണം ഇന്ന് നിങ്ങളുടെ കൂടെ കർത്താവുണ്ട്, കർത്താവിൻ്റെ ആത്മാവുണ്ട്. നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിലൂടെ നിങ്ങളെ അനുഗമിക്കാൻ, നിങ്ങളെ അനുഗ്രഹിക്കാൻ നിങ്ങളുടെ മുകളിലും, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ നിങ്ങളുടെ ഇരുവശങ്ങളിലും, നിങ്ങളെ താങ്ങുവാൻ നിങ്ങളുടെ പിറകിലും ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി, ഇസ്രയേൽ ജനത്തിന് ബലം കൊടുത്ത അതേ ശക്തി, അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം നിങ്ങളെ അനുഗമിച്ച് ബലപ്പെടുത്തും. നിങ്ങൾ കുഴികളിൽ വീഴാതിരിക്കാൻ അവിടുന്ന് ഇന്ന് നിങ്ങളെ താങ്ങും. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ നിന്ന് നെഗറ്റീവ് എനർജികൾ നിങ്ങളിൽ വരാതിരിക്കാൻ ഒരു പിടിച്ച വാളുമായിട്ട് മിഖേൽ മാലാഖയെ നിങ്ങൾക്ക് കാവൽ നിർത്തും. നിങ്ങളെ ചതിക്കാനും പറ്റിക്കാനും വഞ്ചിക്കാനും നിങ്ങളെ നിരാശപ്പെടുത്താനും നിങ്ങളുടെ വസ്തുക്കൾ തട്ടിയെടുക്കാനും പരിശ്രമിക്കുന്നവരെ വിശുദ്ധ മിഖേല് ഒരു പിടിച്ച വാളുമായി തടയും. അസ്മേദേവൂസ് എന്ന ദുഷ്ടപിശാചിനെ ബന്ധിച്ച റഫേൽ മാലാഖ കർത്താവിൻ്റെ കൂദാശകളിലൂടെ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ ചങ്കും കരളും പുകച്ച് ആത്മഹത്യയുടെ ദുരാത്മാവിനെ, കടബാധ്യതകളുടെ ദുരാത്മാവിനെ, മാനസിക രോഗത്തിൻ്റെ ദുരാത്മാവിനെ, ആത്മഹത്യ ചിന്തകൾ നൽകുന്ന ദുരാത്മാവിനെ, നിരാശപ്പെടുത്തുന്ന ദുരാത്മാവിനെ, ഭയപ്പെടുത്തുന്ന ദുരാത്മാവിനെ, രോഗികളാക്കുന്ന ദുരാത്മാവിനെ ഇന്ന് ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുക. ഇന്ന് അച്ഛനൊരു പ്രത്യേക നിയോഗം സമർപ്പിക്കുക. പ്രത്യേകിച്ച് പ്രായമായി അബോധാവസ്ഥയിൽ ട്യൂബിലൂടെയൊക്കെ ഭക്ഷണം കഴിച്ച് കിടക്കുന്ന അനേകം നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. മാസങ്ങളായി, വർഷങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും ആകാത്ത വിധത്തിൽ കിടക്കുന്ന ഒട്ടനവധി പേര്, നമ്മുടെ പ്രിയപ്പെട്ട മുതിർന്നവർ. ഇന്ന് കർത്താവിൻ്റെ സ്നേഹം അവരിലേക്ക് ഇറങ്ങാനും അവർക്കൊരു വിടുതൽ കിട്ടാനും അവർക്കൊരു ആശ്വാസം കിട്ടാനും ഞാൻ പ്രാർത്ഥിക്കുക. ഒരു സഹോദരി എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, അച്ഛാ ഇവിടെ എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ ഒരു കാരണവർ അങ്ങനെ കിടക്കുക, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു മകൾ വന്ന് പറഞ്ഞു, അച്ഛാ എന്താണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും, എൻ്റെ ഭർത്താവിൻ്റെ ഈ അവസ്ഥ, അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് തന്നെ നല്ല മരണം കൊടുത്ത് കർത്താവ് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പുതിയൊരു അഭിഷേകം, പുതിയൊരു അനോയിൻറ്റിങ് ഇന്ന് നമ്മുടെ ഭവനങ്ങളിലേക്ക് വരട്ടെ. പ്രത്യേകിച്ച് പരീക്ഷ കാലഘട്ടം, കുഞ്ഞുങ്ങൾ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിയ, കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ അവർക്ക് ഉണ്ടാകേണ്ട സമയം. അപ്പം ഈ സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കുകയും അവരുടെ മേലുള്ള ബന്ധനങ്ങൾ, പ്രത്യേകിച്ച് മൊബൈലിനോടുള്ള അടിമത്തം, യൂട്യൂബിനോടുള്ള അടിമത്തം, മറ്റ് സോഷ്യൽ മീഡിയകളുള്ള അടിമത്തം, പഠിക്കുന്നെന്ന വ്യാജേന മറ്റു പല വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് തിന്മകൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന കുഞ്ഞുമക്കൾക്ക് ഇന്ന് വിടുതൽ കിട്ടട്ടെ. അതോടൊപ്പം തന്നെ ജോലി തടസ്സം, കച്ചവട തടസ്സം, കടബാധ്യത, ലോൺ തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ വേദനിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച മക്കളെ വിളിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. ഇന്ന് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ കർത്താവ് നൽകിയ വചനം ഇതിനു മുൻപും പലതവണ തന്നിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം
66-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്. നമ്മളെല്ലാം ദൈവത്തിൻ്റെ കരവേലയാണ്. ഈ ലോകം മുഴുവൻ ദൈവത്തിൻ്റെ കരവേലയാണ്. ഇവയെല്ലാം എൻ്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെ ഞാൻ കടാക്ഷിക്കും. ആമേൻ. താങ്ക് യു ദൈവമേ. ദൈവത്തിന് നന്ദി പറയാ. പ്രിയപ്പെട്ട മക്കളെ, ദൈവവചനത്തിൻ്റെ മുമ്പില്, കർത്താവിൻ്റെ മുമ്പില്, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പില് എളിമയോടെ വിറയലോടെ ഇരിക്കുമ്പോൾ തക്ക സമയത്ത് കർത്താവ് എടുത്തുയർത്തും. തക്ക സമയത്ത് കർത്താവ് ഇടപെടും. അതാണ് ഇന്ന് ഡെയിലി ഡെലിവറൻസ് ശുശ്രൂഷയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന മെസ്സേജ്. നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോമിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ എനിക്ക് കർത്താവ് നൽകിയ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ കഴിഞ്ഞ 2025 ജൂൺ 26-ാം തീയതി ലിയോ 14-ാം പാപ്പ എൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് നൽകിയ അധികാരത്തിൻ്റെ ശക്തിയാൽ, എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താലും പിശാച് ബഹിഷ്കരണത്തെ നടത്താനുള്ള എനിക്ക് നൽകിയ അനുവാദത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ രൂപികളെ, നാശകരമായ ജീവികളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ, ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ, ഈ മക്കളുടെ ജീവിതത്തിൽ ആദിവ്യാധികളും വഞ്ചനകളും ചതികളും തളർച്ചകളും തിന്മകളും നിരാശകളും ഉണ്ടാക്കി ഇവരെ തകർക്കാൻ നോക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുന്നു. ഇനിമേലിൽ ഈ മക്കളുടെ ജീവിതത്തിൽ, ഇവരുടെ വസ്തുവകകളിൽ, ഇവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രവേശിച്ചു പോകരുതെന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം ഈ ദേവാലയത്തിൽ, മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിൽ നടക്കുന്ന അത്ഭുത ശുശ്രൂഷകൾ, അതിനായി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ നിയോഗങ്ങൾ എഴുതിയിടുന്നവർക്കൊക്കെ വേണ്ടി അന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ എഴുതി അയക്കുന്ന അപേക്ഷകൾ അന്ന് വായിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപേക്ഷകൾ എഴുതി അയക്കണമെങ്കിൽ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ, കോൺവെന്റ് റോഡ്, കോഴിക്കോട് 32. സാധിക്കുന്ന മക്കളെ മുഴുവൻ ഞാൻ ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം 5 മണി മുതൽ 8:30 മണി വരെ ഇവിടെ നടക്കുന്ന അത്ഭുത ഡെലിവറൻസിൻ്റെ, വിടുതലിൻ്റെ ശുശ്രൂഷ പങ്കെടുക്കാൻ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.